എല്ലാവർക്കും നമസ്കാരം. 50 എപ്പിസോഡ് കടന്ന് ടോപ്പ് സിംഗർ. എല്ലാവർക്കും ടോപ്പ് സിംഗറിൻ്റെ 50-ാം എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 50-ാം എപ്പിസോഡും ദീപാവലിയും ശിശുദിനവും ടോപ്പ് സിംഗർ ഒരുമിച്ച് ആഘോഷിച്ചു. ആ ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു 50-ാം എപ്പിസോഡിൻ്റെ കുറേയധികം മനോഹരമായ ചിത്രങ്ങളാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച രാത്രി 8 മണിക്ക് തുടങ്ങിയ ഈ ഒരു ഷോ ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ടു നിന്നു. മാത്രമല്ല, ഞായറാഴ്ച റിപ്പീറ്റ് ടെലികാസ്റ്റും ഉണ്ടായിരുന്നു. അതെ, ഞായറാഴ്ച രാവിലെ ഈ ഒരു ഷോയുടെ റിപ്പീറ്റ് ടെലികാസ്റ്റും ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ടെലികാസ്റ്റിൽ നമ്മുടെ തേജസിൻ്റെയും ദേവനന്ദയുടെയും പാട്ട്, അനു മാമിൻ്റെ ഡാൻസ്, ശ്രീഹരിയുടെയും ദേവന CKയുടെയും പാട്ട് തുടങ്ങി കുറച്ച് പെർഫോമൻസുകൾ, ശനിയാഴ്ച കാണിക്കാത്ത പെർഫോമൻസുകളും ഞായറാഴ്ച റിപ്പീറ്റ് ടെലികാസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവരങ്ങൾ, അതായത് ശനിയാഴ്ച രാത്രി തന്നെ ഈ ഒരു വിശേഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ പറഞ്ഞതാണ്, കുറേയധികം പെർഫോമൻസുകൾ കാണിച്ചിട്ടില്ല, അത് റിപ്പീറ്റ് ടെലികാസ്റ്റിൽ കാണിക്കാനാണ് ചാൻസ് എന്ന്. അതേപോലെ തന്നെ കാണിക്കുകയും ചെയ്തു. കുറേയധികം പ്രത്യേക പെർഫോമൻസുകൾ ടോപ്പ് സിംഗർ വേദിയിൽ 50-ാം എപ്പിസോഡിനോടനുബന്ധിച്ച് ഉണ്ടായി. ആദ്യം തുടക്കം കുറിച്ചത് MG ശ്രീകുമാർ, ജഡ്ജായിട്ടുള്ള MG സാറിൻ്റെ പാട്ടുമായിട്ടാണ്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു എന്ന ഗാനവുമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ആരംഭിച്ചത്. മാത്രമല്ല, ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലൻ, അദ്ദേഹവും ഈ ഒരു 50-ാം എപ്പിസോഡിന് സാക്ഷ്യം വഹിക്കാൻ വന്നു. മാത്രമല്ല, അദ്ദേഹം എല്ലാ കുട്ടികൾക്കും, എല്ലാ ടോപ്പ് സിംഗേഴ്സിനും, മാത്രമല്ല നമ്മുടെ മീനൂട്ടിക്കും ഒരു ടാബും സമ്മാനിച്ചു. ഈ ഒരു 50-ാം എപ്പിസോഡിൽ 4 പേർ ചേർന്ന് ടോപ്പ് സിംഗർ സീസൺ 2-ലെ അസ്നയും ഹനൂനിയും ദേവനന്ദയും മാത്രമല്ല ആൻ ബെൻസണും ചേർന്ന് അൻവറിലെ കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു എന്നൊരു പാട്ട് മനോഹരമായിട്ട് ആലപിച്ചു. 4 പേരും ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു പാട്ട് ടോപ്പ് സിംഗർ വേദിയിൽ പാടുകയുണ്ടായി. മാത്രമല്ല, നമ്മുടെ കൗശിക്കും മേഘ്നയും ചേർന്ന്, ടോപ്പ് സിംഗർ സീസൺ 1-ലെ കൗശിക്കും സീസൺ 2-ലെ നമ്മുടെ മേഘ്നയും ചേർന്ന് ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട എന്ന പാട്ട്, ഈ ഒരു പാട്ട് സ്വപ്നക്കൂടിലെ പാട്ടാണ്. പാട്ട് പാടുക മാത്രമല്ല, 2 പേരും ചേർന്ന് അതിഗംഭീരമായിട്ട് ഈ ഒരു പാട്ടിനൊത്ത് പെർഫോം ചെയ്യുകയും ചെയ്തു. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് ടോപ്പ് സിംഗർ വേദിയിൽ ഇവർ 2 പേരും കാഴ്ചവെച്ചത്. മാത്രമല്ല, അതിനുശേഷം ഗോകുലം ഗോപാലൻ, ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച പടങ്ങൾ, ആ ഒരു സിനിമകളിലെ പാട്ടുമായിട്ട് ഒരു ഗാനാർച്ചനയുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗേഴ്സ് എത്തുകയുണ്ടായി. അതിൽ ശ്രീനന്ദ് ആദിയുഷ സന്ധ്യ പൂത്തതെവിടെ എന്ന പഴശ്ശിരാജയിലെ പാട്ടുമായിട്ടാണ് ഈ ഒരു ഗാനാർച്ചനയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് ശ്രീനന്ദ പഴശ്ശിരാജയിലെ തന്നെ മറ്റൊരു പാട്ടായ കുന്നത്തെ കൊന്നയ്ക്കും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ആലപിച്ചു. അത് കഴിഞ്ഞ് അമൃതവർഷിണിയും കമ്മാര സംഭവം എന്ന സിനിമയിലെ ഞാനോ രാവോ എന്ന പാട്ട് ആലപിച്ചു. വന്ദിതയും തീർത്ഥയും വൈകിയും ഓരോരോ പാട്ടുകൾ വീതം ആലപിച്ചു. വൈഗ കായംകുളം കൊച്ചുണ്ണി എന്ന പടത്തിലെ പാട്ടാണ് ആലപിച്ചത്. ഇതൊക്കെ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച സിനിമകളാണ്. അതിനുശേഷം ടോപ്പ് സിംഗർ സീസൺ 1 വിജയ് സീതാലക്ഷ്മിയും ടോപ്പ് സിംഗർ സീസൺ 2-ലെ ഹൃത്തിക്കും ചേർന്നൊരു പാട്ടുപാടി. വിഷ്ണു എന്ന സിനിമയിലെ ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ 2 പേരും മത്സരിച്ച് തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ പാടിയത്. 2 പേരും മനോഹരമായിട്ട് തന്നെ ഈ ഒരു പാട്ട് പാടുകയുണ്ടായി. ഇതിനുശേഷം ധാരാളം പെർഫോമൻസുകൾ ടോപ്പ് സിംഗർ വേദിയിൽ അരങ്ങേറി. ടോപ്പ് സിംഗർ സീസൺ 2-ലെ ശ്രീഹരി, പാലക്കാട് നിന്നുള്ള ശ്രീഹരി 2 നാടൻ പാട്ടുകൾ ടോപ്പ് സിംഗർ വേദിയിൽ മനോഹരമായിട്ട് തന്നെ ആലപിച്ചു. കാടും മലകളും കൂടെ പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് മനോഹരമായിട്ട് ശ്രീഹരി ടോപ്പ് സിംഗർ വേദിയിൽ പാടിയത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ടോപ്പ് സിംഗർ സീസൺ 1-ലെ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യാനും എത്തി. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആണ് ശ്രീഹരി ടോപ്പ് സിംഗർ വേദിയിൽ 50-ാം എപ്പിസോഡിൻ്റെ സമയത്ത് കാഴ്ചവെച്ചത്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം എന്ന് തുടങ്ങുന്ന ഗാനവുമായിട്ട് നമ്മുടെ റിച്ച് കുട്ടനും ദേവന ശ്രീയയും, 2 പേരും കോഴിക്കോട് നിന്നാണ്. ഇവർ 2 പേരും ചേർന്ന് ഈ ഒരു പാട്ട് മനോഹരമായിട്ട് പാടുകയുണ്ടായി. ഈ ഒരു പാട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ പാട്ടാണ്.
ഈ ഒരു പാട്ട് മനോഹരമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 1 റിച്ചുകുട്ടനും സീസൺ 2 ദേവനശ്രീയും ചേർന്ന് ആലപിച്ചു. മാത്രമല്ല ടോപ്പ് സിംഗർ സീസൺ 1 നമ്മുടെ സഹോദരിമാരായ അദിതിയും അനന്യയും ഒരു പാട്ട് പാടി. എടുത്തു പറയേണ്ട ഒരു വസ്തുത, അനന്യയ്ക്ക് സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എം ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ പാടാൻ നമ്മുടെ അനന്യക്കുട്ടിക്ക് അവസരം ലഭിച്ചു. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനുമാണ്. ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികളൊക്കെ ടോപ്പ് സിംഗർ വേദിയിൽ ആലപിക്കുകയുണ്ടായി. വളരെ മനോഹരമായ പാട്ടാണിത്. ആ ഒരു പാട്ട് എന്തായാലും ഹിറ്റാവുമെന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല അതിനുശേഷം ടോപ്പ് സിംഗറിലെ കുട്ടിപ്പട്ടാളം മേഘ്നയും മിയയും ദേവന CKയും മാത്രമല്ല ദേവനശ്രീയയും ചേർന്ന് ഓരോരോ പാട്ടുകൾ വീതം പാടി. ദേവനശ്രീയ 3 പാട്ടുകളാണ് ടോപ്പ് സിംഗർ 50ാം എപ്പിസോഡിൽ പാടിയത്. മിയ പാടിയ പാട്ട് പച്ചക്കറിക്കായ തട്ടിൽ എന്ന് തുടങ്ങുന്ന എല്ലാവർക്കും സുപരിചിതമായ പാട്ടാണ്. അതിനുശേഷം ടോപ്പ് സിംഗർ സീസൺ 2 ജഡ്ജായ ദീപക് ദേവും ദേവനശ്രീയയും ചേർന്നൊരു മനോഹരമായ ഗാനം ആലപിച്ചു. മിന്ന മിനുങ്ങേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് രണ്ടുപേരും ചേർന്ന് മനോഹരമായിട്ട് തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ ആലപിച്ചത്. മാത്രമല്ല ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കാത്ത കുറച്ച് പെർഫോമൻസുകൾ ഞായറാഴ്ച റിപ്പീറ്റ് ടെലികാസ്റ്റിൽ കാണിക്കുകയുണ്ടായി. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 1 തേജസും ടോപ്പ് സിംഗർ സീസൺ 2 ദേവനന്ദയും ചേർന്ന് ആലപിച്ച ഒരു ഗാനം, മാത്രമല്ല ടോപ്പ് സിംഗർ സീസൺ 1 ശ്രീഹരിയും ടോപ്പ് സിംഗർ സീസൺ 2 നമ്മുടെ ദേവന CKയും ചേർന്ന് ആലപിച്ച ഗാനം, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 2 ഇപ്പോൾ ജഡ്ജായി വന്നിട്ടുള്ള നമ്മുടെ അനു മാമിൻ്റെ ഡാൻസ് തുടങ്ങിയ കുറച്ച് പെർഫോമൻസുകളൊക്കെ ഞായറാഴ്ച റിപ്പീറ്റ് ടെലികാസ്റ്റിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു എപ്പിസോഡിൽ 50 എപ്പിസോഡുകൾ പ്രമാണിച്ച് കേക്ക് മുറിക്കലും മാത്രമല്ല ദീപാവലിയൊക്കെ പ്രമാണിച്ച് ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് 50ാം എപ്പിസോഡിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് സിംഗർ 50ാം എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. ആയാൽ തീർച്ചയായും ഒരു ലൈക്ക് ഇടുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള കുറേയധികം പേരുണ്ടാവും. അവരിലേക്ക് ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേയധികം എൻ്റർടൈനിങ് ടോപ്പ് സിംഗർ വീഡിയോസിനായിട്ട് ടോപ്പ് സിംഗേഴ്സിൻ്റെ ഫോട്ടോസും ജഡ്ജസിൻ്റെ ഫോട്ടോസും തുടങ്ങി കുറേയധികം ടോപ്പ് സിംഗർ സീസൺ 1 കുട്ടികളുടെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. മാത്രമല്ല എല്ലാ ദിവസവും ഏതൊക്കെ പാട്ടുകളാണ്, ഏതൊക്കെ മത്സരാർത്ഥികളാണ് അന്നേ ദിവസം പാടുന്നത് എന്ന് തുടങ്ങിയ വിശേഷങ്ങളടങ്ങിയ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. മാത്രമല്ല ആ ഒരു എപ്പിസോഡിന് ശേഷം ഏതൊക്കെ ഗ്രേഡുകളാണ്, എന്തൊക്കെയാണ് ആ ഒരു എപ്പിസോഡിൽ നടന്നത് എന്ന് തുടങ്ങിയ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ആ ഒരു വീഡിയോസ് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബൈ ബൈ. സ്റ്റേ